ഹല്ല. സോ എല്ലാവർക്കും ആദ്യം തന്നെ എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഈ ഒരു ചാനലിൽ ആദ്യമായിട്ടാണ് ഇതുപോലത്തെ ഒരു വീഡിയോ. ഞാൻ ട്യൂട്ടോറിയൽ എന്നൊക്കെ ആ ഒരു കാറ്റഗറിയിലൊക്കെ വേണമെങ്കിൽ പറയാം. നമ്മുടെ ഈ ഒരു നെഞ്ചക്ക് നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ ഇതിന് മുമ്പ് ചെയ്തിട്ടുള്ള RDXൽ ചെറിയൊരു മൂവ്മെൻറ്റ് നമ്മുടെ നെഞ്ചക്ക് വെച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അത് കണ്ടിട്ട് കുറേ പേര് ഇൻബോക്സ് വന്നിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ ഈ ഒരു ടെസ്റ്റിംഗ് പരിപാടി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ തമിഴ്നാട്ടിൽ കണ്ട പോലെ നെഞ്ചാക്ക് വീശുന്ന പരിപാടി അത്ര എളുപ്പമുള്ള പരിപാടിയാണോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ അത്ര എളുപ്പമല്ല. നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നതാണോ? അതെ. റിസ്ക് ആണോ ഈ സംഭവം? നെഞ്ചാക്ക് വീശുമ്പോൾ മേത്തൊക്കെ കൊണ്ടാ റിസ്ക് അല്ലേ? ഇത് റിസ്ക് ആണത് കേട്ടോ. പിടിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു എൻ്റേതായിട്ടുള്ളൊരു വേഷം ഞാനത് പഠിച്ചിട്ടൊന്നുമില്ല. പക്ഷെ നിങ്ങൾക്ക് ഞാൻ എങ്ങനെയാണ് ചെയ്തതെന്നുള്ളൊരു സാധനം ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാം. അതിന് മുമ്പേ എനിക്ക് ഞങ്ങളടുത്ത് പറയാനുള്ളത്, ഈ സാധനം എന്ന് ഞാൻ ഇനി പറയുന്നില്ല. നെഞ്ചക്ക് അഥവാ ചെയിൻ സ്റ്റിക്ക് നിങ്ങൾക്ക് നമ്മുടെ മാർക്കറ്റിൽ എൻ്റെ അറിവിലൊരു 3 ടൈപ്പ് കിട്ടും. അതിലൊന്ന് വുഡാണ്, വേറൊന്ന് എന്നുള്ള പറയാൻ മറ്റേ സ്റ്റീല്, പിന്നെ ഇതിൽ സ്പോഞ്ച് വരുന്നൊരു ടൈപ്പ് ഉണ്ട്. അപ്പോൾ നിങ്ങളൊരു ബിഗിനറാണ് ഇത് പഠിക്കുന്ന, ആദ്യമായിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഷുവറായിട്ട് നിങ്ങളിതിൽ മറ്റേ സ്പോഞ്ച് വരുന്ന ടൈപ്പ് ഉണ്ട്, അത് മേടിക്കണം. ഇതപ്പോൾ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്ന സമയത്ത് ഇതിന് ആകെ 80 രൂപ എങ്ങനെ ഉണ്ടാവുള്ളൂ. ഒരു 10 വർഷത്തിന് മുകളിലായി. ഇപ്പം അതിന് 150 രൂപയുടെ അകത്തേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ മേടിക്കാം, ട്രൈ ചെയ്യാം. അപ്പോൾ എൻ്റെതായിട്ടുള്ള രീതിയിൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള പഠിപ്പിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ ബേസിക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം ഒന്നുമില്ല, നെഞ്ചക്ക് സാധാരണ പിടിക്കുന്ന പോലെ പിടിക്കാം. ഇങ്ങനെ പിടിച്ചാലും കുഴപ്പമില്ല, ഇങ്ങനെ പിടിച്ചാലും കുഴപ്പമില്ല. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള മൂവ്മെൻറ്റ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ഒരു താഴെ കിടക്കുന്ന ഹാൻഡുണ്ട്, അത് ജസ്റ്റ് മുകളിലേക്ക് എന്ന് പറയുമ്പോൾ ഈ സൈഡല്ല, കയ്യിൻ്റെ ഇത് എങ്ങനെയാണ് പിടിച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്കിലോട്ട് ഇവിടേക്ക് വേണം വരാൻ. ഓക്കെ, എന്നാലാണ് നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഇതിലേക്ക് പിടിക്കാൻ പറ്റുള്ളൂ. 1 2 ഇത് വിടുക, 3 ഇതിൽ ഹോൾഡ് ചെയ്യുക, 4 ഇത് വീണ്ടും. അപ്പോൾ അതൊരു സർക്കിൾ 1 2. ഓക്കെ, സെക്കൻഡ് സ്റ്റെപ്പ് നേരെ വെക്കുക, അതും ഇപ്പുറത്തേക്ക് വേണം. 3 and 4 1 2 3 4. ഓക്കെ, ഇതൊരിക്കലും ഇതിൻ്റെ ബാക്കിലോട്ട് വരരുത്. 3 ഇവിടെ വന്നു കഴിഞ്ഞാൽ, ഇൻ കേസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കത് പിടിക്കാൻ പറ്റില്ല. സോ എപ്പോഴും ഇതിൻ്റെ കയ്യിലോട്ട് ചേർന്നിട്ട് തന്നെ വയ്ക്കാം. ഇവിടെ 1 and 2 3 and 4 1 2 3 and 4. Then next it. Then ഇവിടുന്ന് one, 2, 3, 4, 5, 6. വീണ്ടും 5, then